അശ്വമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അഗത്യത്ര കളരിയിൽ പാലക്കാട്. ഈ ഒരു വീഡിയോയിൽ 2025 വർഷത്തിൽ ധനക്കൂറുകാർ മൂലം പൂരാടും പ്രാർത്ഥന്റെ കാൽഭാഗവും അടങ്ങുന്ന ധനക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഈ ജോബ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഗുണദോഷങ്ങൾ ഉണ്ടാവുക എന്ന് പരിശോധിക്കുകയാണ്. ഈ വർഷം നമ്മൾ എല്ലാ വീഡിയോയും സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും വിശദാംശങ്ങൾ ചാനൽ മെയിൻ പേജിൽ കയറി കാണാവുന്നതാണ്. ചെറിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ അതായത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വിശദമായിട്ട് കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താം. നേരിൽ വരാനിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാവുന്നതുമാണ്. അപ്പൊ ഈ ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് കർമ്മപരമായിട്ട് 10ാം ഭാവം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അധികം വൈകാതെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ധനുരാശിക്കാർക്ക് ഈ വർഷം ഒരുപാട് മാറ്റങ്ങളുടെ സമയമാണ്. എല്ലാ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വരുന്ന ഒരു സമയമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമെങ്കിലും രണ്ടാം പകുതിയോടുകൂടി നമ്മൾ വിചാരിച്ചതിലധികം കാര്യങ്ങൾ നമുക്ക് നടക്കാൻ സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. രാഹുകേതുക്കളുടെ മാറ്റം, വ്യാഴമാറ്റം, ശനി മാറ്റം ഒക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയൊരു മാറ്റമാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ കാലത്തുള്ള അശാന്തികളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും നമ്മൾ ജീവിതത്തിന്റെ പുരോഗതി പ്രതീക്ഷിക്കേണ്ട ഒരു വർഷമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വരികയാണ്. അതിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിക്കൊണ്ടുള്ള പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക, ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, കാര്യങ്ങൾ വളരെയധികം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും ഈ വർഷം എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഈ വ്യാഴമാറ്റം കൊണ്ട് വലിയൊരു കാര്യമാണ് നമുക്ക് സംഭവിക്കാൻ കൊണ്ട് സാമ്പത്തികപരമായിട്ട് തീർച്ചയായിട്ടും ഈ വർഷം ലാഭകരമായിരിക്കും ഈ വർഷം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കും. ഒരുപാട് ക്രയവിക്രയങ്ങൾ നടക്കും. കുറെ കാലങ്ങളായിട്ട് നമ്മൾ മാറ്റിവെച്ചതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനും വാങ്ങിക്കുക കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഒരു നല്ല അനുകൂലമായിട്ടൊരു വർഷമായിട്ട് കാണുന്നു. കർമ്മരംഗത്ത് ഇതുവരെയുള്ളതായിട്ട് അശാന്തികൾ, നമുക്ക് തടഞ്ഞു വെച്ചിട്ടുള്ളതായിട്ട് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഇന്നർ പൊളിറ്റിക്സ് ഒക്കെ നടക്കുമല്ലോ ജോബില് കരിയർ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ വന്നിട്ടുള്ള അശാന്തികളൊക്കെ ഈ വർഷം മാറിക്കിട്ടുമെന്ന് പറയുന്നു. ചിലർക്ക് ജോലിയൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജോലിക്ക് കിടക്കേണ്ട സാഹചര്യങ്ങളാണ് വരുന്നത്. ചിലർക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ ചില സ്വഭാവങ്ങളൊക്കെ മാറ്റി മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് റീസ്റ്റാർട്ട് വരുന്നുണ്ടാവുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. നമുക്ക് ഈ കാലത്ത് നടപ്പിലാക്കാൻ പറ്റിയിട്ടുള്ള തൊഴിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. എല്ലാവർക്കും എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ സാധ്യമല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് അർഹതപ്പെട്ട ജോലിയാണോ എന്നുള്ളത് ആദ്യം ഒന്ന് വിലയിരുത്തുക. പ്രത്യേകിച്ച് പുതിയ വ്യക്തികൾ, പുതിയ ജോലിക്ക് അപേക്ഷിക്കുന്നവർ, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർ ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് പാസ്സാവാനും തീർച്ചയായിട്ടും നല്ല ജോലിയായിട്ട് കണക്ട് ആവാനും സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോബ് തന്നെയാണോ, നമ്മുടെ ആ ഒരു പാഷനായിട്ടാണോ നമ്മൾ കണക്ട് ആവുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലൊന്ന് കണക്കാക്കി കൊണ്ടുവേണം കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. ആ ക്ലാരിറ്റിയോടുകൂടി ഇറങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ആ മേഖലയിൽ ശോഭിക്കാനായിട്ട് സാധിക്കുക. താൽക്കാലികമായിട്ട് പല വ്യക്തികളും ജോലിയൊക്കെ സ്വീകരിക്കും. ഒന്ന് നന്നാവുന്നവരെ തെറ്റില്ല, വെറുതെ ഇരിക്കേണ്ട. കാരണം പഠിച്ചു മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നമുക്ക് ഒരു പുതിയ മേഖലയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ഒരു സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്നവരേക്കും തീർച്ചയായിട്ടും ടെമ്പററി ജോബൊക്കെ നമ്മൾ സ്വീകരിക്കാം. അതിപ്പോ ഏകദേശം ഈ മെയ് കഴിഞ്ഞ് വ്യാഴമാറ്റത്തോടു കൂടി നമുക്ക് നല്ലൊരു ജോബും കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് കണക്ട് ആവും എന്നുള്ള സൂചന നമുക്ക് തരുന്നത്. അപ്പൊ വലിയൊരു അബണ്ടൻസ് നമുക്ക് പ്രതീക്ഷിക്കും. സാമ്പത്തിക ലാഭങ്ങളും അതിനനുസരിച്ചിട്ടുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കുക, വ്യായാമങ്ങൾ ചെയ്യുക, ശരീരം നന്നാക്കി എടുക്കണം. ശനിയുടെ ഒരു വരവ് അങ്ങനെയാണ് പറയുന്നത്. ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കർമ്മരംഗത്ത് നമുക്ക് പോകാൻ പറ്റായികയോ അല്ലെങ്കിൽ നമ്മള് വേണ്ടത്ര അങ്ങനെ ശോഭിക്കാൻ പറ്റായികയോ ഒക്കെ നമുക്ക് വരാം. മാനസിക പിരിമുറുക്കങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക. ശക്തമായിട്ട് വ്യായാമങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ഏത് കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളതായിട്ട് ഒരു മനസ്സോടുകൂടി നല്ല പ്രാർത്ഥിച്ച് ഭഗവത് പ്രീതിയോട് മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും ഈ വർഷം വളരെയധികം നല്ല വിജയപ്രദമായിട്ട് വരുമെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ പുതിയ സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റാവും. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. ക്രയവിക്രയങ്ങളിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ട്രേഡിംഗ്, റീട്രേഡിംഗ് മേഖലകൾ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അക്കൗണ്ട്സ് പരമായിട്ട് കാര്യങ്ങൾ, ക്ലറിക്കൽ ജോബുകൾ, അത്തരം മേഖലകൾ നന്നായിട്ട് വരാനും പ്രത്യേകിച്ച് അങ്ങനെയുള്ള ജോലികളൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ ലഭിക്കാനും സാധ്യത കാണുന്നു. ബാങ്കിങ്, നോൺ ബാങ്കിങ് ആയിട്ട് സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല ഉയർച്ച, പൊതുവെ കർമ്മരംഗത്ത് നല്ലൊരു മനസമാധാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് കാണുന്നു. അതിനനുസരിച്ച് തന്നെ നമുക്ക് സാമ്പത്തിക ലാഭങ്ങളും നമുക്കുണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതേപോലെ അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ടീച്ചിങ് അങ്ങനെയുള്ള മേഖലകൾ,
കോളേജുകൾ, സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്തരം നല്ല ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകാൻ, അതുപോലെ പുതിയ പ്ലാനുകളൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കാരണം ഇതൊരു മാറ്റത്തിന്റെ സമയമാണ്. ആ ശനിയുടെയൊക്കെ 4 സ്ഥിതി വരുന്നത് കുറെ കാര്യങ്ങൾ നമ്മൾ പഴയ ആ രീതികളൊക്കെ മാറ്റാനായിക്കൊണ്ടുള്ള ഒരു സൂചന നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് വരേണ്ടത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെ മാറ്റത്തിന് തയ്യാറാവണം എന്ന് പ്രത്യേകിച്ച് സൂചന. അതേപോലെ എഴുത്തു ജോലികളായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകാരാവാം, അതല്ലെങ്കിൽ ഈ കവിതയ്ക്കായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സിനിമാ മേഖലയ്ക്കായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെ പല അംഗീകാരങ്ങളും ഈ വർഷം വന്ന് തേടിയെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ പല അവാർഡുകളൊക്കെ നേടാനുള്ള സാധ്യതകൾ പറയുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു ഓണററിയൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സൂചനയും നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ലാഭകരമായിരിക്കും ഈ വർഷം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം ഈ സമയത്ത് ഒരു നല്ല ഒരു അനുഗ്രഹമായിട്ടാണ് ഈ വർഷം നമുക്ക് കാണുന്നത്. അവിടെ ആ മേഖല തീർച്ചയായിട്ടും അഭിവൃദ്ധിപ്പെടും നമുക്ക് കണക്കാക്കാം. അതുപോലെ ഈ പറഞ്ഞ ട്രേഡിംഗ്, റീട്രേഡിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അഭിവൃദ്ധികൾ ഉണ്ടാവും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ സിവിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മെറ്റീരിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് കാര്യമാത്ര മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കും. ഗവൺമെന്റ് തലത്തിൽ ശ്രമിക്കുന്നതായിട്ട് വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നല്ല അംഗീകാരങ്ങൾ വരും. ഇതുവരെ നമുക്ക് ലഭിക്കാത്ത പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. കലാ സാംസ്കാരിക മേഖല വളരെയധികം ശോഭിക്കും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നു. അപ്പൊ നല്ല സംരംഭങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും, കൂട്ടായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് സംരംഭങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നവരൊക്കെ തീർച്ചയായിട്ടും അത് വിജയിച്ചു വരും എന്ന് പ്രത്യേകിച്ച്. പക്ഷെ നല്ല പ്ലാനിങ്ങുകൾ വേണം, നല്ല രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം, നല്ല എഫേർട്ട് എടുക്കണം, എങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ വിജയിക്കുക എന്ന് പറയുന്നുണ്ട്. കാര്യം എല്ലാത്തിനൊരു മെല്ലപ്പോക്ക് നയം ഉണ്ടാവും. വിചാരിച്ചത് അപ്പൊ നമുക്ക് നടക്കുന്നുണ്ടാവില്ല, പിന്നീടായിരിക്കും നമുക്ക് നടന്നു കിട്ടുണ്ടാവുക. പക്ഷെ അതുവരെ നമുക്കൊരു മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എഴുത്തുകുത്ത് കണക്കുകൾ, ബാങ്കിങ് മേഖല, ടീച്ചിങ്, അധ്യാപനം മുതലായിട്ട് മേഖലകൾ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വളരെയധികം ശോഭിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ ലളിതകലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖല, വാസ്തുശാസ്ത്രം, ഗണിതം, അതുപോലെ തച്ചുശാസ്ത്രം, ജ്യോതിഷം മുതലായിട്ട് കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉയർച്ചയുണ്ടാവും. പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. ഹാർഡ് വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള നമുക്ക് ഗുണങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കും. മറ്റേതെങ്കിലും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും PhD മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. നല്ല സബ്ജക്ട് എടുക്കാനും പഠിക്കാനും അതൊക്കെ ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്ക് വിജയമായിട്ട് കൊണ്ടുവരാനും അതൊക്കെ വിൻ ചെയ്യാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നു. മെഡിസിൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഉയർച്ചയുണ്ടാവേണ്ട ഒരു സമയമാണ്. ഉപരിപഠനങ്ങളും അവിടെ നന്നാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ദൂരയാത്രയാവും, ദൂരെ നിന്നുള്ള ഓഫേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാനസികമായിട്ട് തയ്യാറായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും നല്ല ഉയർച്ചകളും ഒക്കെ വരേണ്ട സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഹിസ്റ്റോറിക്കലായിട്ട് വരുന്നതായിട്ടുള്ള മേഖല, ഹിസ്റ്ററി മുതലായിട്ടുള്ള ആ മേഖലകളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ റിസർച്ച് മേഖല ഒക്കെ വളരെയധികം നമുക്ക് ഗുണകരമായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ഈ സ്പോർട്സ് മേഖലകളിലൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാവാനും അവിടെയൊക്കെ നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനും സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പൊ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവര് കൂടുതൽ മനസ്സ് വെച്ച് കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് ഈ സമയം സൂചിപ്പിക്കുന്നത്. ആത്മീയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ഒരുപാട് വർഷം നല്ല ഒരു മാറ്റത്തിന്റെ സമയമാണ്. എല്ലാ കാര്യങ്ങളും വിജയപ്രദമായിട്ട് വരാനും പുതിയ പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മളൊക്കെ പ്രവർത്തിയായിട്ട് ചെയ്തു പോകാനും ഒരുപാട് സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടാനും കൂടുതൽ ജനങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ട്രസ്റ്റ് ബോർഡൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു നല്ല ഉയർച്ചയുള്ള ഒരു സമയമാണ്. അവിടെയൊക്കെ പല അംഗീകാരങ്ങളും നല്ല പേരും പ്രശസ്തിയും വന്നു ചേരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. ആക്റ്റീവപരമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക്, അതിലൂടെ നമ്മൾ പ്രവൃത്തി മണ്ഡലമായിട്ട് കണക്കാക്കുന്നതായിട്ട് വ്യക്തികൾ, ടൂർ പ്രോഗ്രാമുകളാവാം, ഇതൊക്കെ വിജയിക്കാനുള്ള സാധ്യതകൾ, ദൂരദേശ യാത്രകള്, അതുപോലെ തന്നെ കടല്, കപ്പലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവര് തീർച്ചയായിട്ടും അതൊക്കെ വിജയിച്ചു വരുമെന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത അധികാരലബ്ധി ഉണ്ടാവും. പക്ഷെ ഒരുപാട് നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ വർഷം ഉണ്ടാവുക എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അവ നല്ല ക്ഷമയോടുകൂടി, തന്മയത്വത്തോടു കൂടി, രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകളോട് കൂടിയിട്ട് നല്ല പ്ലാനിങ്ങോടുകൂടി ഇറങ്ങണം എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിജയപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ട് കാണുന്നു. അവിടെ നമുക്ക് സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് സൂചിക്കുന്നു. പൊതുവെ എഞ്ചിനീയറിംഗ് മേഖല വളരെയധികം ശോഭിക്കും. IT മേഖലകളിലും കാര്യപ്പെട്ടതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് കൃഷി, നാൽക്കാലികളായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചർ മേഖലകൾ, ഫാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ,
ഇതൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് റവന്യൂ വിഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുന്ന ഒരു വർഷമായിട്ടാണ് ഈ വർഷം കടന്നു പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെയധികം നന്നാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. ആ മേഖലകളിലൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഏറെക്കുറെ ഒരു നല്ല മാറ്റമാണ് ഇത്തരം മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഈ സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ കാര്യങ്ങളും വ്യാഴമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കർമ്മരംഗത്ത് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജാതകങ്ങളെയൊക്കെ പരിശോധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നൊക്കെ നമ്മൾ നല്ലവണ്ണം പരിശോധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക. തീർച്ചയായിട്ടും എല്ലാം വിജയപ്രദമായിട്ട് വരും എന്നുള്ള ഒരു സൂചന തരുന്നുണ്ട്. ഇവിടെ ഈ ശനിദോഷങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക, ഭഗവത് പ്രീതി വരുത്തുക. നമ്മൾ ഏത് കാര്യങ്ങളും പ്രത്യേകിച്ച് നമുക്ക് ഉയർച്ച വരുന്നത് നമുക്ക് ഒരു ആത്മീയപരമായിട്ട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. എല്ലാവരും ഈ വർഷം പ്രത്യേകിച്ച് ശനിയുടെയൊക്കെ മാറ്റം അങ്ങനെയാണ് നമുക്ക് വരുന്നത്. എല്ലാവരിലേക്കും ആ സ്പിരിച്വാലിറ്റി കടന്നു വരുന്ന ഒരു വർഷമാണ്. അപ്പൊ എല്ലാം ആദ്യമൊക്കെ നമുക്കൊരു മടി, അലസത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ വളരെയധികം ആക്റ്റീവ് ആവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അത് ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാതെ തീർച്ചയായിട്ടും ധനുരാശിക്കാര് അത് യൂട്ടിലൈസ് ചെയ്യുന്ന പക്ഷം നമുക്ക് തീർച്ചയായിട്ടും അത് വിജയപ്രദമായിട്ട് കൊണ്ടുവരാനും അതിലെല്ലാം ഉയർച്ച ഉണ്ടാവാനും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നുള്ള സൂചന ലഭിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഈ വർഷം കടന്നു പോവുക. തീർച്ചയായിട്ടും ഈ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാവെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ചും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ചെറിയ സംശയങ്ങൾക്കൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്ന വർഷം മറുപടി കൊടുക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ ജാതക പരിശോധനയൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതാണ്. അതിന് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം. ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ നമ്മളൊരു പെയ്ഡ് സർവീസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ചെറിയ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കരുത്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് തയ്യാറുള്ളവർ മാത്രം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുക. അപ്പൊ ഈ വർഷം എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ദൈവാനുഗ്രഹവും ഉണ്ടാവാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിരാശിക്കാർക്ക് മറ്റ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ വീഡിയോ വരുന്നതാണ്. അതൊക്കെ കണ്ടു മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം ഉപകാരപ്പെടട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുവരേക്കും എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.